മോർണിംഗ് എവരിബഡി, ഏവർക്ക് എസ് ഹിന്ദി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തരുന്നത് ഐ ആം കലാം എന്ന ലെസണിലെ നോട്ടാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഐ ആം കലാം ആ ലെസൺ പഠിച്ചു. ഇനി അതിലെ നോട്ടിലേക്ക് കടക്കാം. ആദ്യമായി എൻ്റെ ക്ലാസ് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം താഴെ കാണുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഞാനീ തരുന്ന നോട്ട്സ് മാത്രം പഠിച്ചാൽ മതി. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരുന്ന എല്ലാ കാര്യങ്ങളും ഇതിനകത്തുണ്ട്. A+ ഉറപ്പാണ്. നന്നായി പഠിക്കുക. അപ്പോൾ നമുക്ക് ഇനി പാഠഭാഗത്തിലെ നോട്ടിലേക്ക് കടക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ക്ലാസ് की दरी पट्टी में मोरपाल और मिहिर की बैठने की जगहें पास पास थी क्यों? ക്ലാസ്സിലെ പരവതാനിയിലും മോർപ്പാലും മിഹിറും ഇരിക്കുന്ന സീറ്റുകൾ അടുത്തടുത്തായിരുന്നു. എന്തുകൊണ്ട്? ദോനോ കെ നാം കാ പെഹ്ലാ അക്ഷർ ഏക് സാ ഹോനെ കെ കാരണം, രണ്ടുപേരുടെയും പേരിൻ്റെ ആദ്യാക്ഷരം ഒന്നാണെന്ന കാരണത്താൽ മോർപ്പാൽ ഓർ മിഹിർ കി ബൈഠ്നെ കി ജഗഹേം പാസ് പാസ് തി, മോർപ്പാലും മിഹിറും ഇരിക്കുന്ന സീറ്റുകൾ അടുത്തടുത്തായിരുന്നു. नेक्स्ट क्वेश्चन, लेखक के खाने के डिब्बे में राजमा चावल देखने पर बांचें खिल जाती थी, किसका और क्यों? ലേഖകൻ്റെ ടിഫിൻ ബോക്സിൽ രാജമ ചാവൽ കാണുമ്പോൾ സന്തോഷം കൊണ്ട് മുഖം പൂത്തുവിടരുന്നു. ആരുടെ? എന്തുകൊണ്ട്? മോർപാൽ കി ബാഞ്ചേം കിൽ ജാത്തി തി, ആരുടെ മുഖമാണ് സന്തോഷം കൊണ്ട് വിടരുക? മോർപാലിൻ്റെ. ക്യോങ്കി, എന്തുകൊണ്ടെന്നാൽ രാജമ ചാവൽ മോർപാൽ ജയ്സെ ഗരീബ് ലഡ്കെ കെ ലിയെ, അതായത് രാജമ ചാവൽ മോർപാലിനെ പോലുള്ള പാവപ്പെട്ട കുട്ടികൾക്ക് ഏക് ഖാസ് ചീസ് തി, ഒരു വിശിഷ്ട വസ്തുവായിരുന്നു. लेखक के टिफिन बॉक्स में ही वह राजमा चावल पहली बार देख रहा था. ഇനി ഈ ലേഖകൻ്റെ ടിഫിൻ ബോക്സിലാണ് രാജമ ചാവൽ അവൻ ആദ്യമായി കാണുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അദല ബദലി സെ ഹം ക്യാ സമജ് സക്തേ ഹെ, കൈമാറുക എന്നുകൊണ്ട്, അതായത് അവിടെ കൊടുക്കൽ വാങ്ങൽ നടത്തുക എന്നുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? മോർപാൽ ഓർ മിഹിർ മേ അമീർ യാ ഗരീബ് കാ ഭേദഭാവ് നഹീ ഥ, മോർപ്പാലും മിഹിറും തമ്മിൽ പണക്കാരനെന്നോ പാവപ്പെട്ടവനോ എന്ന വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. ദോനോ സച്ചേ ദോസ്ത് തെ, രണ്ടുപേരും യഥാർത്ഥ കൂട്ടുകാരാണ്. ദോനോ കി ദോസ്തി കി ഗഹരായി ദോനോ ഘരോ കി ഹാലത്ത് മാസൂമിയത് ആദി സമജ് സക്തേ ഹെ, രണ്ടുപേരും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിൻ്റെ ഗഹരായി, ആഴം, ദോനോ ഘരോ കി ഹാലത്ത്, രണ്ടുപേരുടെയും വീട്ടിൻ്റെ അവസ്ഥ, നിഷ്കളങ്കത, ഇതൊക്കെ നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കണം അല്ലേ? നമ്മളിതെല്ലാം മനസ്സിലാക്കുന്നുണ്ട് ഇതിൽ നിന്ന്. മോർപാൽ ലേഖക് കെ ടിഫിൻ ബോക്സ് കെ രാജമ ഖാനെ കെ പെഹലെ രാജമ ദേക്കാ ഭി നഹീ താ, ക്യോ? മോർപാൽ ലേഖകൻ്റെ ടിഫിൻ ബോക്സിൽ രാജമ ചാവൽ കാണുന്നതിന് മുമ്പേ രാജമ കണ്ടിട്ട് പോലും ഇല്ല. എന്തുകൊണ്ട്? വഹേക്ക് ഗരീബ് ഘർ കാ ലഡ്കാ ഥ, കാരണം എന്താണ്? അവനൊരു പാവപ്പെട്ട കുടുംബത്തിലെ കുട്ടിയായിരുന്നു. മോർപാൽ കൈസേ സ്കൂൾ ആയാ കർത്താ ഥ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. മോർപാൽ എങ്ങനെയാണ് സ്കൂളിൽ വരുന്നത്? 15 കിലോമീറ്റർ ദൂർ കിസി ഗാവ് സെ, 15 കിലോമീറ്റർ ദൂരെയുള്ള ഏതോ ഗ്രാമത്തിൽ നിന്ന് സൈക്കിൾ പർ, അതായത് സൈക്കിൾ ഓടിച്ച് റോസ് സ്കൂൾ ആയാ കർത്താ ഥ, ദിവസേന സ്കൂളിൽ വരുമായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. മിഹിർ കിസ് ബാത്ത് പർ ഹൈരാൻ ഥ, മിഹിർ ഏത് കാര്യത്തിലാണ് അതിശയിച്ചിരുന്നത്? അതായത് അവന് അതിശയം തോന്നിയ ഏത് കാര്യത്തിലാണ്? ആശ്ചര്യപ്പെടുന്നത് ഏത് കാര്യത്തിലാണ്? മോർപാൽ റോസ് ചാച്ച് സൈക്കിൾ പർ 15 കിലോമീറ്റർ ദൂർ ബിനാ സെരാഫി ചലക്കായെ ലേ ആത്താത, അതായത് മോർപാൽ ദിവസേന ചാച്ച് മോര് സൈക്കിളിൽ 15 കിലോമീറ്റർ ദൂരെ നിന്ന് വരുമ്പോൾ സൈക്കിളിൽ ഒരു തുള്ളി പോലും ആ മോര് തുളുമ്പാതെ, ചലക്കായെ ബിനാ ചലക്കായ, ഒരു സെരാഫി ചലക്കായ അല്പം പോലും തുളുമ്പാതെ എങ്ങനെ ഈ മോരിൻ്റെ പാത്രം കൊണ്ടുവരുന്നു എന്ന കാര്യത്തിലാണ് മിഹിറിന് ആശ്ചര്യം ഉണ്ടായത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രവിവാർ കി ചുട്ടി കാ ദിൻ ഉൻകെ ലിയെ ഹഫ്തേ കാ സബ്സെ ബുരാ ദിൻ ഹുവാ കർത്ത, ഞായറാഴ്ച അവധി ദിനം അവനെ സംബന്ധിച്ച് ഏറ്റവും ചീത്ത ദിനമാണ്. ഐസ ക്യോം കഹാ ഗയാ ഹെ, അങ്ങനെ പറയാൻ കാരണം എന്താണ്? രവിവാർ കോ ഉനേം കഠിൻ മേഹനത്ത് കർനാഥ, ഞായറാഴ്ച അവന് കഠിനമായി പരിശ്രമിക്കേണ്ടതായി വന്നിട്ടുണ്ട്. ഓർ കേത്ത് മജൂരി ഫി, വീട്ടിൽ നിന്നാലോ കഠിനമായി പരിശ്രമിക്കണം, വയൽപ്പണി ചെയ്യണം. കേത്ത് മജൂരി, വയൽപ്പണി. വേ സ്കൂൾ ജാക്കർ പഠന ചാഹത്തെ थे, അവൻ സ്കൂളിൽ പോയി പഠിക്കാൻ ആഗ്രഹിച്ചു. സ്കൂൾ മേ ഹി വേ ബच्चे बनकर रह सकते थे,
സ്കൂളിലാണ് അവൻ ഒരു കുട്ടിയായി ഇരിക്കുന്നത്. ഇസിലിയെ സ്കൂൾ കി ചുട്ടി ഹോനെ പർ വേ ദുഃഖി ഹോത്തേ थे. അതുകൊണ്ട് തന്നെ സ്കൂളിൽ അവധിയായാൽ ഈ കുട്ടിക്ക് ഭയങ്കര സങ്കടവും ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, മോർപാൽ को ഷാദി മേ ഭി സ്കൂൾ യൂണിഫോം പെഹൻകർ ക്യോൺ ദിഖ്താ था. എന്തുകൊണ്ടാണ് മോർപാൽ കല്യാണത്തിന് സ്കൂൾ യൂണിഫോം ധരിച്ച് കാണപ്പെട്ടത്? മോർപാൽ ഏക്ക് ഗരീബ് ലഡ്കാ था. മോർപാൽ ഒരു പാവപ്പെട്ട കുട്ടിയാണ്. ഉസ്കെ പാസ് അച്ഛേ കപ്പടേ നഹീ थे. അവൻ്റെ കൈവശം നല്ല വസ്ത്രങ്ങളൊന്നും ഇല്ല. മോർപാൽ കെ പാസ് ഏകമാത്ര കമ്മീസ് പാൻറ് കാ നയാ ജോഡ സ്കൂൾ യൂണിഫോം ഹീ था. മോർപാലിൻ്റെ കൈവശമുള്ള ഒരേ ഒരു കമ്മീസ് പാൻറ്റിൻ്റെ പുതിയ ജോഡി എന്ന് പറയുന്നത് സ്കൂൾ യൂണിഫോം മാത്രമാണ്. ഇസിലിയെ അതുകൊണ്ട് വഹി പയൻകർ ജാത്താ था. അതും ധരിച്ചവൻ എത്തുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ചോട്ടു കാ സപ്പന ക്യാ था. ചോട്ടുവിൻ്റെ സ്വപ്നം എന്തായിരുന്നു? छोटू का सपना था स्कूल जाकर पढ़ना और टीवी में देख के लंबे बालों वाले രാഷ്ട്രപതി കലാം ജയ്സ ബെന്ന. അതായത് നമ്മുടെ ചോട്ടുവിൻ്റെ സ്വപ്നം എന്താണ്? സ്കൂളിൽ പോവുക, ടി വിയിൽ കണ്ട നീണ്ട മുടിയുള്ള രാഷ്ട്രപതി കലാമിനെ പോലെ ആയിത്തീരുക എന്നതാണ്. ചോട്ടു സ്കൂൾ കോ കൈസെ ദേഖ്താ ഹെ. ചോട്ടു കെ ലിയെ സ്കൂൾ പരീക്ഷ കാ ഡർ ദിഖാക്കർ ഭയഭീത് കർണേ വാലെ ജഗഹ് നഹി. ചോട്ടു എങ്ങനെയാണ് സ്കൂളിനെ കാണുക? അതായത് സ്കൂളെന്ന് പറയുമ്പോൾ ചോട്ടുവിൻ്റെ മനസ്സിലെ വികാരം എന്താണ്? ചോട്ടു കെ ലിയെ സ്കൂൾ പരീക്ഷ കാ ഡർ ദിഖാക്കർ ഭയഭീത് കർണേ വാല ജഗഹ് നഹി. ചോട്ടുവിനെ സംബന്ധിച്ച് സ്കൂള് പരീക്ഷാ പേടി ഉണർത്തുന്ന ഒരു സ്ഥലമേ അല്ല. ഏക അലഗ് ജീവൻ, ഒരു വേറിട്ട ജീവിതവും, ബേഹത്തർ ജീവൻ, ഭേദപ്പെട്ട ജീവിതവും, ജീവൻ കി സപ്പന ദിഖാനെ വാലി ജഗഹ് ഹെ. ഇത് വേറിട്ട ജീവിതവും ഭേദപ്പെട്ട ജീവിതത്തെക്കുറിച്ച് ഒരു സ്വപ്നം കാണാനുള്ള ഒരു സ്ഥലമാണ്. അതായത് അവിടെ പഠിച്ച് നല്ല നിലയിലെത്തുക എന്ന സ്വപ്നം അവൻ്റെ ഉള്ളിൽ ഉണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കലാം ഓർ രണവിജയ് മേ കിസ് ബാത് പർ ദോസ്തി ശുരു ഹോത്തി. കലാമും രണവിജയും ഏത് കാര്യം പറഞ്ഞാണ് അവർ ഫ്രണ്ട്ഷിപ്പ് ആകുന്നത്? കലാം ഓർ രണവിജയ്ക്ക് ബീച്ച്, കലാമും രണവിജയുടെയും ഇടയിൽ കുടിസവാരി സീക്കിനെ, കുതിരസവാരി പഠിക്കുന്നതിനെ കുറിച്ചും പേട് പർ ചഡ്ന സിക്കാനേക്ക് ലേൻ ദേൻ പർ ദോസ്തി ശുരു ഹോത്തി. മരം കയറാൻ പഠിക്കുന്നതിനെ കുറിച്ചും കൊടുക്കൽ വാങ്ങൽ നടത്തി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചാണ് അവർ ഫ്രണ്ട്ഷിപ്പ് ആവുന്നത്. ബാക്കി 99 കഹാനിയോं को भूलना नहीं चाहिए जो हमारे बचपनों में है. ബാക്കി 99 കഥകളും നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല, നമ്മുടെ കുട്ടിക്കാലവുമായി ബന്ധമുള്ള. ഐസ ക്യോം കഹാ ഹെ, അങ്ങനെ പറയാൻ കാരണം എന്താണ്? ഗരീബ് ഘരോं के बच्चों की हालत की ओर यहाँ സൂചന ഹെ. പാവപ്പെട്ട വീട്ടിലെ കുട്ടികളുടെ അവസ്ഥയെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. മോർപാൽ കെ ജയ്സെ കയി ബച്ചേ ഹൈ. മോർപാലിനെ പോലെ ധാരാളം കുട്ടികൾ നമ്മുടെ പ്രദേശത്ത് കാണുന്നുണ്ട്. ജോ പഠന ചാഹത്തെ ഹെ, അവർ പഠിക്കാൻ ആഗ്രഹിക്കുന്നു. ലേക്കിൻ ഘരോങ്കി ഹാലത്തുനെ അവസർ നഹീം ദേത്തെ ഹെ, എന്നാൽ വീട്ടിലെ അവസ്ഥകൾ അവരെ പഠിക്കാൻ അതിനുള്ള അവസരം നൽകുന്നില്ല. മോർപാൽ കി കഹാനി ഉന്മേ സൗമേ ഏക് കി കഹാനി. മോർപാലിൻ്റെ കഥ അവരിൽ 100 കഥയാണ്. ചോട്ടു ക്യോം അപ്പന നാം കലാം രഖ്താ ഹെ. എന്തുകൊണ്ടാണ് ചോട്ടു തൻ്റെ പേര് കലാം എന്നാക്കുന്നത്? ഓ രാഷ്ട്രപതി കലാം സെ ബഹുത് പ്രഭാവിത ഥ. രാഷ്ട്രപതിയായ കലാമിൽ വളരെ അധികം ആകർഷണം തോന്നിയിട്ടുണ്ടവന്. രാഷ്ട്രപതി കലാം അവനിൽ ധാരാളം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. കലാം കി ജയ്സ ബെന്ന ചാഹത്ത. അവൻ കലാമിനെ പോലെ ആവാൻ ആഗ്രഹിച്ചു. കലാം നാം മേം ഉസ്കി ആകാംക്ഷാവും ക ചിത്ര ഥ. കലാം എന്ന പേരിൽ തന്നെ അവൻ്റെ ആഗ്രഹങ്ങളുടെ ഒരു നിഴൽ പതിഞ്ഞിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ക്ലാസ് കലാം ചോരി കാ ഇൽസാം ക്യോം സഹ് ലേത്താ ഹെ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. കലാം ചോരി കാ ഇൽസാം, കലാം മോഷണക്കുറ്റം സ്വയം സഹിക്കുന്നു, എന്താണ് കാരണം? ചോട്ടു ഓർ രണവിജയ് ദിലി ദോസ്ത് थे. ചോട്ടുവും രണവിജയും അടുത്ത ഫ്രണ്ട്സാണ്. ചോരിക്ക് ചൂട്ടെ ആരോപക്കെ സാമനെ. മോഷണക്കുറ്റം, അതായത് മോഷണാരോപണം, അതായത് കള്ളക്കുറ്റമാണ്. കള്ളക്കുറ്റത്തിൻ്റെ മുന്നിലും, അതായത് മോഷ്ടിച്ചു എന്ന് കള്ളം പറഞ്ഞ് ആ ആരോപണം ഉണ്ടാവുമ്പോഴും ദോസ്തി കാ പ്രൺ നഹീം തോടന ചാഹത്ത. അവർ ആ ഫ്രണ്ട്ഷിപ്പിൻ്റെ മഹത്വം നഷ്ടപ്പെടുത്താൻ ആഗ്രഹിച്ചില്ല. ഉസേ മാലൂം ഥാ കി രണവിജയ്ക്കോ ഉസ്സെ കി ദോസ്തി കി സജാ മിലേങ്കെ. ഇനി തന്നോടുള്ള ഫ്രണ്ട്ഷിപ്പിൻ്റെ കാരണത്താൽ, തന്നോട് കൂട്ടുകൂടിയ കാരണത്താൽ രണവിജയിന് ശിക്ഷ കിട്ടുമോ എന്നൊരു ഭയവും ഉണ്ടായിരുന്നു. ഇസിലിയെ വഹ്
ദോസ്തിക്ക് ബാരേമേ നഹീം കെഹ്താ ഹെ. അതുകൊണ്ട് അവൻ ഈ തന്നോടുള്ള ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യം ഇവിടെ പറയുന്നില്ല. ഓർ ചോരിക്ക ഇൽസാസാഹിലത്തെ, സ്വയം മോഷണ കുറ്റം സഹിക്കുകയാണ് ചെയ്യുന്നത്. അതായത് കൂട്ടുകാരനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് അവിടെ ചെയ്യുന്നത്. ഇനി അടുത്തതെന്ന് പറഞ്ഞ ഒരു ഡയറി എഴുതാനാണ്. ഹമാര സൗദാദ ഖേൽക്കണ്ടീമേം ഖാനയ്ക്ക് അതല ബദലിക്ക്. ഞങ്ങളുടെ വിനോദമായിരുന്നു PT പീരീഡിൽ സാധനങ്ങൾ കൈമാറുക എന്നത്. ഈ ഭാഗത്തെ ആധാരമാക്കി മോർപാൽ എഴുതിയ ഡയറി. അപ്പോൾ ഡയറി എഴുതുമ്പോൾ ഒരു താരീഖ് വയ്ക്കുക, ഡേയും വയ്ക്കാം. ആദ്യമേനെ രാജമാ ചാവൽ കായ, ഞാൻ ഇന്ന് രാജമാ ചാവൽ തിന്നു. മിഹിർ കെ ടിഫിൻ കോൾത്തെ ഹി രാജമാ ചാവൽ കി ഖുഷ്ബു ആ രഹി തി. അതായത് മിഹിറിൻ്റെ ടിഫിൻ ബോക്സ് തുറന്നപ്പോഴേ ആ രാജമാ ചാവലിൻ്റെ മണം വന്നു. മേരെ മുँह में പാനി ഫർ ആയത്, എൻ്റെ വായിൽ വെള്ളം ഊറി. മേനെ രാജമാ പെഹലെ കഫി ദേക്കാ തക്ക് നഹീന്ത. ഇതിനു മുമ്പ് രാജമാ ചാവൽ ഞാൻ കണ്ടിട്ട് പോലുമില്ല. ആജ് ഖാനേക്കോ മില. ഇന്ന് എനിക്ക് ഇത് കഴിക്കാൻ അവസരം ലഭിച്ചു. ബഹുത്ത് മസ ആയ, എനിക്ക് ഭയങ്കര രസകരമായി തോന്നി. ബദലേ മേനെ ഉസ്കോ ചാച്ച് ദിയ. ഇതിന് പകരമായി ഞാൻ അവനെന്ത് കൊടുത്തു? മോര് കൊടുത്തു. ചാച്ചു സെ ബഹുത് പ്രിയ ഹെ. എൻ്റെ മോര് അവന് വളരെ പ്രിയമാണ്. ആജ് സെ സൗദ തൈ ഹോ ഗയാ ഹെ. ഇസ് തരഹ് രാജമാ ചാവൽ ഓർ ചാച്ചിക്ക അതല ബദലേക്ക. അങ്ങനെ അന്ന് മുതൽ ഞങ്ങളുടെ ഈ കൊടുക്കൽ വാങ്ങൽ അവിടെ തുടങ്ങുന്നു. അവന് കൊണ്ടുവരുന്ന രാജമാ ചാവൽ എനിക്കും, ഞാൻ കൊണ്ടുവരുന്ന മോര് അവനും കൊടുക്കുമായിരുന്നു. മിഹിർ മേര അച്ഛാ ദോസ്ത് ഹെ. മിഹിർ എൻ്റെ നല്ല ഫ്രണ്ടാണ്. മേനെ മാസേഫി ഉസ്കെ ബാരേമേം കഹ. ഞാൻ എൻ്റെ അമ്മയോട് അവനെക്കുറിച്ച് പറഞ്ഞു. മാനെ ഉസ്കോ ഏക് ബാർ ഘർ ലേ ആനെ കോ ഭി കഹ ഹെ. എൻ്റെ അമ്മ പറഞ്ഞു അവനെ ഒരു ദിവസം നമ്മളെ വീട്ടിൽ കൊണ്ടുവരണമെന്ന്. കൽ മേ ഉസേ ഘർ ബുലാവുങ്ക. തീർച്ചയായും ഞാൻ നാളെ അവനെ എൻ്റെ വീട്ടിൽ വിളിക്കും. ഇങ്ങനെയാണ് ഒരു ഡയറി എഴുതുക. ഈ ഭാഗത്തെക്കുറിച്ച് മറ്റേ കുട്ടിയാണ് എഴുതുന്നതെങ്കിലോ, അതായത് മിഹിറാണ് എഴുതുന്നതെങ്കിലോ, അപ്പോൾ നമ്മൾ ഡേറ്റും ഡേയും എഴുതുന്നു. ആജ് മോർപാൽ ചാച്ചിലായ, ഇന്ന് മോർപാൽ മോര് കൊണ്ടുവന്നു. ചാച്ചി മേരി കംസോരി ഹെ. മോരെൻ്റെ ദൗർബല്യമാണ്. മേരെ ടിഫിൻ മേ രാജമാ ചാവൽ ത. എൻ്റെ ടിഫിൻ ബോക്സിൽ രാജമാ ചാവലുണ്ട്. രാജമാ ചാവൽ മോർപാലിനെ പെഹലെ കഫി ദേക്കാ തക്ക് നഹീന്ത. രാജമാ ചാവൽ മോർപാൽ ഇതിനു മുമ്പ് കണ്ടിട്ട് പോലുമില്ല. രാജമാ ചാവൽ മേനെ ഉസ്കോ ദിയ. ഞാൻ രാജമാ ചാവൽ അവന് കൊടുത്തു. ഉസ്ക ചാച്ചിക്ക ഡിബ്ബ മേര ബൻ ഗയ. അവൻ കൊണ്ടുവന്ന മോര് പാത്രവും എൻ്റേതായി മാറി. ഹം ദോസ്ത് ബൻ ഗയെ ഹെ. ഞങ്ങൾ ഫ്രണ്ട്സായി മാറി. ഹമാരെ ബീച്ച് ടിഫിൻ കാ അദല ബദലി കാ സൗദ ഹോ ഗയ. ഞങ്ങളുടെ ഇടയിൽ ഈ സാധനങ്ങൾ കൈമാറുന്നത് ഒരു വിനോദമായി മാറി. സൈക്കിൾ പർ ആത്തത്. ഈ കുട്ടി സൈക്കിളിലാണ് വരുന്നത്. ആശ്ചര്യക്ക് ബാത്ത് ഹേക്ക്. അതിശയിക്കേണ്ട കാര്യം ഇതാണ്. കെയ്സെ വഹ് ചാച്ച് 12 കിലോമീറ്റർ. എങ്ങനെയാണ് അവൻ ഈ മോര് 15 കിലോമീറ്റർ ദൂരെ നിന്ന് സെരാഫി ചലക്ക അല്പം പോലും തുളുമ്പാതെ കൊണ്ടുവരുന്നതെന്ന് ഓർക്കുമ്പോൾ എനിക്ക് അതിശയോ. ഓ ബഹുത്ത് ഗരീബ് പരിവാർ സെ ഹെ. അവൻ വളരെ പാവപ്പെട്ട കുടുംബത്തിലെ കുട്ടിയാണ്. ആജിസെ വഹ് മേര അച്ഛ ദോസ്ത് രഹേഗ. ഇന്ന് മുതൽ അവൻ എൻ്റെ ഏറ്റവും നല്ല കൂട്ടുകാരനായിരിക്കും. അപ്പോൾ ഇതിൽ മിഹിർ എഴുതുന്ന ഡയറിയായി, മോർപാൽ എഴുതുന്ന ഡയറിയായി കേട്ടോ. ആദ്യം നമ്മൾ മോർപാൽ എഴുതിയ ഡയറിയും അതിനെ സംബന്ധിച്ച് മിഹിർ എഴുതിയ ഡയറിയും ഇത് രണ്ടും ആയി. ഇനി രവിവാർ കെ ദിൻ മോർപാൽ കി ഡയറി. ഞായറാഴ്ച അവധി ദിനം മോർപാൽ എഴുതിയ ഡയറിയാണ് അടുത്തത് പറയുന്നത്. അപ്പോൾ താരീഖും ഡേയും വയ്ക്കുന്നു. ആജ് ശരീർ ബഹുത്ത് ദുഃഖത്താ ഹെ. खेत में कुछ ज़्यादा काम था. ഇന്നെൻ്റെ ശരീരത്തിൽ വല്ലാത്ത വിഷമമുണ്ട്, വേദനയുണ്ട്. കേത്തുമേ കുച്ച് സിയാദ കാംത. വയലിൽ കുറച്ച് അധികം ജോലി ഉണ്ടായിരുന്നു. അതായത് ശാരീരികമായി വളരെ ബുദ്ധിമുട്ടുണ്ട്. വയലിൽ കുറച്ച് അധികം ജോലി ഉണ്ടായിരുന്നു.
ഖേൽനെ മേ ഭി ന ജാ സക, കളിക്കാൻ പോലും എനിക്ക് പോവാൻ കഴിയുന്നില്ല. കാശ് രവിവാർ കോ ഭി സ്കൂൾ ഹോത്ത, ഒരുപക്ഷെ ഞായറാഴ്ചയും കൂടെ സ്കൂൾ ഉണ്ടായിരുന്നെങ്കിലോ. ഹം സ്കൂൾ ജാക്കർ പഠന ചാഹത്തെ ഹെ, എന്ത് നല്ലതായിരുന്നു, ഞങ്ങൾ സ്കൂളിൽ പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നു. വഹാ മേ കിത്തന ഖുശ്, സ്കൂളിലാണ് ഞാൻ ഇത്ര സന്തോഷവാനാണ്. മിഹിർ ഓർ അന്യ ദോസ്തോങ്കെ സാത്ത്, മിഹിറും മറ്റുള്ള ഫ്രണ്ട്സിനോടൊപ്പവും ഖേൽനേക്ക് മസാ തോ കുച്ച് അലഗ് ഹി ഹെ, കളിക്കുന്ന ആ സന്തോഷം അതൊന്ന് വേറെ തന്നെയാണ്. കൽ മിഹിർ രാജമാ ചാവൽ ലായ, ഇന്നലെ മിഹിർ രാജമാ ചാവൽ കൊണ്ടുവന്നു. ബഹുത്ത് അച്ഛാ താ, വളരെ നല്ലതായിരുന്നു. ഖേൽക്കണ്ടി മേ ഹം ഖാനെ കാ അദല ബദലി കർത്തേ ഹെ, PT പീരീഡിലാണ് നമ്മൾ സാധനങ്ങൾ കൈമാറുന്നത്. ഹാം ഉസ്നെ കൽ ഭി രാജമാ ചാവൽ ലാനെ കാ വാദ കിയ ഹെ, അതെ അവൻ നാളെയും രാജമാ ചാവൽ കൊണ്ടുവരാമെന്ന് വാക്ക് നൽകിയിട്ടുണ്ട്. മേ ഉസ്കെ ലിയെ ചാച്ച് ലേ ജാവുങ്ക, ഞാൻ അവന് വേണ്ടി മോര് കൊണ്ടുപോകും. ഏക് ന ഏക് ദിൻ മേ ഉസെ ഘർ പർ ജറൂർ ബുലാവുങ്ക, തീർച്ചയായും ഞാൻ അവനെ ഒരു ദിവസം എൻ്റെ വീട്ടിൽ വിളിക്കും. കൽ സെ ഫിർ സ്കൂൾ ജാനെ കി ഖുഷി മേ ഹൂ, നാളെ മുതൽ വീണ്ടും സ്കൂളിൽ പോവാം എന്നോർത്തപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷവും ഉണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. കലാം കോ TV में देखकर ചോട്ടു ഉൻസെ പ്രഭാവിത് ഹെ, കലാമിനെ TV-യിൽ കണ്ടപ്പോൾ ചോട്ടു അതിൽ ആകൃഷ്ടനാവുന്നു. ആ ദിവസം എഴുതിയ ഡയറി. അപ്പം താരീഖും ഡേയും വെക്കുന്നു. ആജ് TV में മാനനീയ രാഷ്ട്രപതി കലാം ജി കോ ദേഖ, ഇന്ന് ഞാൻ TV-യിൽ നമ്മുടെ ആദരണീയനായ രാഷ്ട്രപതി കലാമിനെ കണ്ടു. ഉൻകെ ലംബേ ബാല്, അദ്ദേഹത്തിന് നീണ്ടമുള്ള ആ മുടി, വേഷം, ഫാഷൻ, പ്രസംഗം, ഇതെല്ലാം മേ ബഹുത്ത് പ്രഭാവിത് ഹൂ, അതൊക്കെ കേട്ട് ഞാൻ വളരെ ആകൃഷ്ടനാണ്. മേ ഭി ലംബേ ബാലോം വാലെ ഉസ് കലാം ജി കെ ജൈസെ ബെന്ന ചാഹത്താ ഹൂ, ഞാനും ആ നീണ്ട മുടിയുള്ള കലാമിനെ പോലെ ആവാൻ ആഗ്രഹിക്കുന്നു. സ്കൂൾ ജാക്കർ പഠിനാ ഹെ, സ്കൂളിൽ പോയി പഠിക്കണം. ഉൻകെ സമാൻ ബെഡാ ആദ്മി ബെന്ന ഹെ, അദ്ദേഹത്തെ പോലെ ഒരു വലിയ മനുഷ്യനായി മാറണം. ലേക്കിൻ ഹം തോ ഗരീബ് ഹെ, എന്നാൽ നമ്മൾ പാവപ്പെട്ടവരാണ്. ഹം കൈസെ സ്കൂൾ ജായെങ്കെ, നമ്മൾ എങ്ങനെ സ്കൂളിൽ പോവും. കലാംജി സബ് കുച്ച് ടീക്ക് കർ സക്തേ ഹൈ, കലാംജി എല്ലാം ശരിയായ രീതിയിലാണ് ചെയ്യുന്നത്. ലൂസി മാഡം ने मुझे दिल्ली ले जाने का वादा दिया है, ലൂസി മാഡം എന്നെ ഡൽഹി കൊണ്ടുപോകാമെന്ന് വാക്ക് നൽകിയിട്ടുണ്ട്. ദില്ലി ജാക്കർ ഉൻസെ മിലൂങ്ക, ദില്ലിയിൽ പോയിട്ട് ഞാൻ കലാമിനെ കാണും. ഓർ നിവേദൻ ഭി ദൂങ്ക, നിവേദനവും കൊടുക്കും. ഹം ഗരീബ് ബച്ചോം കെ ലിയെ ഏക്ക് സ്കൂൾ ഖോൽ ദേ, ഞങ്ങളുടെ പോലുള്ള പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു സ്കൂൾ തുറക്കണമെന്ന്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ദോസ്തി കെ ദിൻ, അതായത് ദോസ്തിയുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ആ ദിനങ്ങൾ, കലാമിൻ്റെയും രണവിജയിൻ്റെയൊക്കെ അതിനെക്കുറിച്ച്. അപ്പോൾ താരീഖും ഡേയും ഇടുന്നു. ആജ് ടാനി കെ റാണ സാഹബ് കെ ബേട്ടെ മേരി ദോസ്തി ഹുയി ഹെ, ഇന്ന് ടാണിയിലെ റാണ സാഹിബിൻ്റെ മകനുമായി ഞാൻ ഫ്രണ്ട്ഷിപ്പ് നടത്തി. അതായത് ഞാൻ ടാണിയിലെ റാണയുടെ മകനുമായിട്ട് കൂട്ടുകാരായി. ലേക്കിൻ എഹ്തോ ഏക്ക് ലേന് ദേനിക്ക് ബാത്ത് പർ ഹെ, ഇതും ഒരു കൊടുക്കൽ വാങ്ങലിലൂടെയാണ്. പേട് പർ ചടന സിക്കാനെ, മരം കയറാൻ പഠിക്കുന്നതിനെക്കുറിച്ചും കുതിരസവാരി സീക്കിനേക്ക് ലേന് ദേനുമേ, അതായത് കുതിരസവാരി പഠിക്കുന്നതിനെക്കുറിച്ചുള്ള കൊടുക്കൽ വാങ്ങലിലൂടെ. ഹാ ഹം ഇസ് ദോസ്തി കെ ബാരെ മേ കിസി കോ പതാ ഭി നഹി ഹെ, ഞങ്ങളുടെ ഈ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് ആർക്കും ഒന്നും അറിയില്ല. റാണ സാഹബ് കോ പതാ ചൽ ജായേ തോ ദോസ്തി കി സജ രണവിജയ് കോ മിലേങ്കെ, റാണ സാഹബ് ഇത് അറിഞ്ഞാലോ, എന്നോടുള്ള ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിൽ ഈ കുട്ടിക്ക് ശിക്ഷ ലഭിക്കും. ചായ് കി ഥടി മേ കാം കർനെ വാലെ ഗരീബ് ലഡ്കെ മേ ദോസ്തി വേ പസന്ത് നഹീ കരേങ്കെ, കാര്യം എന്താണ്, ഞാൻ ചായക്കടയിൽ ജോലി ചെയ്യാണ്. ചായക്ക് ഥടിമേം കാം കർണാന്ന് വെച്ചെന്നാണ്, ചായക്കടയിൽ ജോലി ചെയ്യുന്ന ഈ പാവപ്പെട്ട കൊച്ചിനോട് അത്രയും ഉയർന്ന വർഗത്തിൽപ്പെട്ട ഒരാളുടെ മകൻ ഫ്രണ്ട്ഷിപ്പ് കൂടുക എന്ന് പറഞ്ഞാൽ അയാൾ ഒരിക്കലും ഇത് ഇഷ്ടപ്പെടത്തില്ല. ഹം തോ കിസി സെ ന ബതായെങ്കെ, നമ്മളിത് ആരോടും പറയില്ല. ഉസ്നെ മുझे അംഗ്രേസി സിക്കാനെ കാ വാദാ ദിയ ഹെ, അവ എന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കാമെന്ന് വാക്ക് നൽകി. രണവിജയ് കെ മൻ മേം അമീർ ഹോനെ കാ
ജരാ ഫി ഗർവ് നഹി ഹെ. രണവിജയൻ്റെ മനസ്സിൽ പണക്കാരനാണെന്ന അല്പം പോലും അഹങ്കാരമില്ല. വഹ അച്ഛ ദോസ്തി, അവൻ നല്ല കൂട്ടുകാരനാണ്. ഓർ രഹേഗാഫി, അവൻ അങ്ങനെ തന്നെ ആയിരിക്കും. ഇനി അടുത്ത ഡയറി ചോട്ടു എഴുതിയ ഡയറിയാണ്. അതായത് മോഷണ കുറ്റം ചുമത്തുമ്പോൾ ചോട്ടു എഴുതുന്ന ഡയറി. അപ്പോൾ താരീഖും ഡേയും എഴുതുന്നു. ഹം ലോഗ്, അപ്പോൾ നമ്മൾ ആദ്യം താരീഖ് എഴുതുന്നു, പിന്നെ ഡേ എഴുതുന്നു. ഇനി നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അവിടെ എഴുതണം. സബ് ലോഗ് മുझे ചോർ സമസ്തേ ഹെ, എല്ലാ ആൾക്കാരും എന്നെ കള്ളനായി കരുതുന്നു. മേരി അമ്മ ഭി, എൻ്റെ അമ്മ പോലും. മേനെ ചോരി നഹീം കി ഹെ, ഞാനൊരു മോഷണവും നടത്തിയില്ല. മേ ബഹുത് ദുഃഖി ഹൂ, ഞാൻ വളരെ ദുഃഖിതനാണ്. ഓ കിതാബേം കിലൗനെ സബ് രണവിജയനെ മുझे ദിയാത, ആ പുസ്തകങ്ങളും കളിപ്പാട്ടങ്ങളും എല്ലാം രണവിജയാണ് എനിക്ക് നൽകിയത്. ലേക്കിൻ ഇൻ ലോഗോ സെ മേ കൈസെ കഹൂം കി സബ് രണവിജയനെ ദിയാ ഹെ, എന്നാൽ ഞാൻ ഈ ആൾക്കാരോട് എങ്ങനെ പറയും ഇതെല്ലാം തന്നത് രണവിജയാണെന്ന്. ഹമാരെ ദോസ്തി കെ ബാരെ മേ കിസി സെ നഹീം ബതാവും, ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് ഞാൻ ആരോടും പറയില്ല. മുझसे की दोस्ती की സജാ രണവിജയ്ക്കോ ന മിൽനാ ചാഹിയെ, എന്നോടുള്ള ഫ്രണ്ട്ഷിപ്പ്, എന്നോട് കൂട്ടുകൂടിയതിൻ്റെ പേരിൽ രണവിജയിന് ഒരിക്കലും ശിക്ഷ ലഭിക്കാൻ പാടില്ല. ദോസ്തി കാ പ്രൺ മേൻ തോട് ദേനാ നഹീം ചാഹത്താഹും, ഞാൻ ഈ ഫ്രണ്ട്ഷിപ്പിൻ്റെ മഹത്വം ഒരിക്കലും നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. ഓ മേരാ പ്യാരാ ദോസ്ത് ഹെ, അവൻ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനാണ്. മേം യഹാൻ സെ ചലാ ജാത്താ ഹൂം, ഞാൻ ഇവിടെ നിന്ന് പോകുന്നു. ദില്ലി ജാക്കർ, ദില്ലിയിൽ പോയിട്ട് കലാംജി സെ മിൽനാ ഹെ, കലാംജിയെ കാണണം. പഠിക്കർ ബഡാ ആദ്മി ബൻകർ വാപ്പസ് ആവുക, പഠിച്ച് വലിയൊരു മനുഷ്യനായി ഞാൻ തിരിച്ചു വരും. ഇനി രണവിജയ്ക്കോ പുരസ്കാർ മില, അതായത് രണവിജയിന് പുരസ്കാരം ലഭിക്കുന്നു, ആ ദിവസം എഴുതുന്ന ഡയറി. അപ്പം താരീഖും ഡേയും എഴുതുന്നു. ആജ് മേ ബഹുത് ഖുശ് ഹൂം, ഞാനിന്ന് വളരെ സന്തോഷവാനാണ്. ഇത്തന ഖുശ് ഹൂം കി ബതാ ഭി നഹീ സക്ത, എൻ്റെ സന്തോഷത്തിന് അതിരില്ല, അതെനിക്ക് പറയാനും പറ്റുന്നില്ല. ആജ് രണവിജയ്ക്കോ സ്കൂൾ സെ പുരസ്കാർ മില, ഇന്ന് രണവിജയിന് സ്കൂളിൽ നിന്ന് സമ്മാനം ലഭിച്ചു. സ്കൂൾ മേ ഹിന്ദി ഭാഷൻ പ്രതിയോഗിത ഥി, സ്കൂളിൽ ഹിന്ദി പ്രസംഗ മത്സരം ഉണ്ടായിരുന്നു. പ്രതിയോഗിത മത്സരം, കോമ്പറ്റീഷൻ. ഹിന്ദി മേ ഹോനെ കെ കാരൻ കൽ വഹ് ബഹുത് പരേശാൻ ഥ, അത് ഹിന്ദിയിലായിരുന്ന കാരണത്താൽ അവൻ വളരെ പരിഭ്രാന്തനായിരുന്നു. ഉസ്കി ഹിന്ദി ഇത്തനി അച്ചി നഹീ ഥി, അവന് ഹിന്ദി നല്ലതുപോലെ അറിയില്ല. ഇസ്ലിയെ മേനെ ഹി ഉസ്കോ ഭാഷൻ തയ്യാർ കർക്കെ ദിയാ, അതുകൊണ്ട് അവന് പ്രസംഗം തയ്യാറാക്കി കൊടുത്തത് ഞാനാണ്. ഓ ഭാഷൻ തോ കേവൽ ഭാഷൻ നഹീ ഥ ഉസ്മേ മേരെ സപ്നെ ഥേ, അത് കേവലം ഒരു പ്രസംഗം മാത്രമല്ലായിരുന്നു, അതെൻ്റെ സ്വപ്നമായിരുന്നു. രണവിജയ് മേരാ അച്ഛാ ദോസ്ത് ഹെ, രണവിജയ് എൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടാണ്. ലേക്കിൻ ഇസ് ദോസ്തി കെ ബാരെ മേ കിസി കോ ഭി പതാ നഹീ ഹെ, ലേക്കിൻ ഇസ് ദോസ്തി കെ ബാരെ മേ, എന്നാൽ ഈ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് കിസി കോ ഭി പതാ നഹീ ഹെ, ആർക്കും അറിയത്തില്ല. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കലാം കെ നാം പർ ചോട്ടു കി ചിട്ടി, ഇനി കലാമിൻ്റെ പേരിൽ ചോട്ടു എഴുതുന്ന കത്താണ്. അപ്പോൾ ഒരു കത്ത് എഴുതുമ്പോൾ നമ്മൾ റൈറ്റ് സൈഡിൽ സ്ഥാൻ എഴുതണം, താരീഖ് എഴുതണം, ഡേറ്റ് ഇടണം. ഇനി മാനനീയ അബ്ദുൽ കലാം ജി നമസ്തേ, അപ്പോൾ മാനനീയ എന്ന് വെച്ചാൽ റെസ്പെക്റ്റഡ്, ആദരണീയനായ അബ്ദുൽ കലാം ജിക്ക് നമസ്കാരം. ജി മേൻ ചോട്ടു ഹൂ, ജീന്ന് അവിടെ സാറിന് അർത്ഥമായിരിക്കുന്നത് റെസ്പെക്റ്റോടുകൂടി കേട്ടോ, ഞാൻ ചോട്ടുവാണ്. ഫാട്ടീസാ കി ചായ് കി ഥടി മേം കാം കർണേ വാല ഏക്ക് ഗരീബ് ലഡ്ക, ഫാട്ടീസാജിയുടെ ചായക്കടയിൽ ജോലി ചെയ്യുന്നൊരു പാവം കുട്ടി. മേനെ ആപ്കോ ടി വി മേം ദേക്കാ ഹെ, ഞാൻ താങ്കളെ ടി വിയിൽ കണ്ടിട്ടുണ്ട്. ജി മേ ആപ്സെ ബഹുത്ത് പ്രഭാവിത് ഹൂം, താങ്കളെൽ ഞാൻ വളരെ ആകൃഷ്ടനാണ്. ഖുദ് മേനെ അപ്പന നാം ഭി കലാം രേഖാ ഹെ, അതുകൊണ്ട് ഞാൻ എൻ്റെ പേര് സ്വയം കലാം എന്നാക്കിയേക്കാണ്. ആപ്കെ ഭാഷൻ ലംബേ ബാൽ സബ് മുझे ബഹുത് പസന്ത് ഹെ, ആപ്കെ ഭാഷൻ, താങ്കളുടെ പ്രസംഗം, നീണ്ട മുടി, ഇതെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ജി ഹം തോ ഗരീബ് ഹെ, ഞങ്ങൾ പാവപ്പെട്ട ആൾക്കാരാണ്. ലേക്കിൻ ഹം ഭി ആപ്കെ സമാൻ ബഡാ ആദ്മി ബന്ന ചാഹത്തെ, എന്നാലും ഞങ്ങളും താങ്കളെപ്പോലെ വലിയ മനുഷ്യനാവാൻ ആഗ്രഹിക്കുന്നു.
ഹമാരെ ഇലാക്കെ മേ ഗരീബോങ്കോ പഠനയ്ക്ക് ലിയെ സ്കൂൾ നഹി ഹെ. ഞങ്ങളുടെ ഇലാക്ക പ്രദേശത്ത് പാവപ്പെട്ടവർക്ക് പഠിക്കാനായി സ്കൂളില്ല. ആപ്സെ നിവേദൻ ഹൈ. അതുകൊണ്ട് താങ്കളുടെ അടുത്ത് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. ഹം ജയ്സോങ്കേലി ഞങ്ങളെപ്പോലുള്ള കുട്ടികൾക്ക് ഏക്ക് സ്കൂൾ ഖോൽ ദേ. ഒരു സ്കൂള് തുറന്നു തരണം. അതായത് ഞങ്ങളെപ്പോലുള്ള കുട്ടികൾക്ക് വേണ്ടി ഒരു സ്കൂൾ തുറക്കണം. സ്കൂൾ കാ ഫീസ് ഖുദ് കാം കർക്കെ ഭർ ലൂങ്ക. സ്കൂളിലെ ഫീസ് സ്വയം ജോലി ചെയ്ത് അടയ്ക്കും. ഗാവ് മേം രണവിജയ് മേര അച്ഛാ ദോസ്ത്. ഗ്രാമത്തിലെ രണവിജയൻ്റെ ഏറ്റവും നല്ല കൂട്ടുകാരനാണ്. ഉസ്നെ ഉസ്കി ഓർ സെ നമസ്കാർ കെഹ്നെ കോ കഹാ ഹെ. അവൻ്റേതായ രീതിയിൽ താങ്കളോട് അന്വേഷണങ്ങൾ അറിയിക്കണം, നമസ്കാരം അറിയിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആശാ ഹേ ആപ്പ് ഇസ് ബാത് പർ ജരൂർ ഹി കുച്ച് കരേങ്കെ. ആഗ്രഹിക്കുന്നത് താങ്കൾ ഈ കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്നാണ്. എന്നിട്ട് സവിനയ് ആപ്ക, വിനയപൂർവ്വം താങ്കളുടെ ചോട്ടു, എന്നിട്ട് ഹസ്താക്ഷർ ഒപ്പ്, എന്നിട്ട് ലെഫ്റ്റ് സൈഡിൽ സേവാമേ നാം പത, സേവാമേ എന്നെഴുതി നാം പത എന്നെഴുതുക. ഒക്കുമെങ്കിൽ അത് ബോക്സിലും കൂടി ആഡ് ചെയ്യുക. ഓക്കെ. അടുത്തത് ഒരു വാർത്താലാപാണ്, സംഭാഷണമാണ്. രാജമാ ചാവൽക്ക് അദലി ബദലിപ്പ്. അതായത് ആ രാജമാ ചാവൽ കൈമാറുന്നതിനെ കുറിച്ച്. മോർപാൽ യാർ ആജ് ടിഫിൻ മേ ക്യാ ഹേ. എൻ്റെ പ്രിയപ്പെട്ടവനെ, ഇന്ന് നിൻ്റെ ടിഫിനിൽ എന്തുണ്ടടാ? മിഹിർ രാജമാ ചാവലുണ്ട്. അപ്പം മോർപാൽ കോലോ മേഫി ദേക്കു, ഒന്ന് തുറന്ന് ഞാനും കൂടെ കാണട്ടെ. മിഹിർ ക്യാ തുമ്നെ പെഹലെ നഹീം കായാ ഹേ. നീ ഇതിനു മുമ്പൊന്നും തിന്നിട്ടില്ലേ? മോർപാൽ നഹീം കിത്തനി അച്ചി ഖുഷ്ബു ഹേ യാർ. ഓ എൻ്റെ പ്രിയപ്പെട്ടവനെ, ഇതിൽ എത്ര നല്ല മണമാണല്ലേടാ. എൻ്റെ പ്രിയപ്പെട്ട, യാർന്ന് വെച്ചാൽ പ്രിയമുള്ള സുഹൃത്തിനെ സ്നേഹപൂർവ്വം വിളിക്കുന്ന യാർന്ന്, പ്രിയപ്പെട്ടവൻ. മിഹിർ തുമാരെ ടിഫിൻ മേ കാസ് ക്യാ ഹെ. നിൻ്റെ ടിഫിൻ ബോയിൽ എന്തുണ്ട് വിശേഷിച്ച്? മോർപാൽ ചാവൽ ഓർ ചാച്ച്. ചാവലും ചാച്ച് മോരും. മിഹിർ ചാച്ച് മേരി കംസോരി ഹേ. ചാച്ച് എൻ്റെ ദൗർബല്യമാണ്. മോർപാൽ തോഹം ഖാനേക്ക അദലാ ബദലി കരേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് സാധനങ്ങൾ കൈമാറാം. മിഹിർ അതായത് ഫുഡ് ഐറ്റം കൈമാറാം. ഹാ കരേ, അങ്ങനെ ചെയ്യാം. മേഫി വഹി കെഹനാ ചാഹത്ത. ഞാനും അത് പറയാൻ ആഗ്രഹിച്ചു. മോർപാൽ കൽഫി രാജമാ ചാവൽ ഹി ലാനായാർ. നാളെയും രാജമാ ചാവൽ കൊണ്ടുവരണേ. മിഹിർ വാദ, വാക്ക്. തും ചാച്ച് ഹി ലായാ കരേങ്കെ. നീ മോര് കൊണ്ടുവരുമല്ലോ. മോർപാൽ വാദ, വാക്ക്. അടുത്ത ക്വസ്റ്റ്യൻ. മോർപാൽ ബിനാ നാഗാക്കെ സ്കൂൾ ആത്താത ഇസ് ബാത്ത് പർ. അതായത് മോർപാൽ മുടങ്ങാതെ സ്കൂളിൽ വരും. ഈ കാര്യത്തെക്കുറിച്ച് അവർ തമ്മിലുള്ള സംഭാഷണമാണ് അടുത്തത് കേട്ടോ. മോർപാൽ യാർ തും ആകെ, നീ എത്തിയോ? മിഹിർ കാശ് ആജ് ഭി ചുട്ടി ഹോ ജാത്ത. ഒരുപക്ഷെ ഇന്നും കൂടെ അവധിയായിരുന്നെങ്കിലോ? മോർപാൽ യാർ ക്യാ തുമേ സ്കൂൾ ആനാ പസന്ത് നഹി. നിനക്ക് സ്കൂളിൽ വരാൻ ഇഷ്ടമല്ലേ? ബിൽക്കുൽ പസന്ത് നഹി, തീർത്തും ഇഷ്ടമല്ല. മോർപാൽ ലേക്കിൻ മുझे तो बहुत പസന്ത്. എന്നാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മിഹിർ അരേ ചുട്ടി ഹേ തോ ഘർ പർ കേൽ സക്താ ഹേ നാ. അവധിയാണെങ്കിൽ വീട്ടിൽ നിന്ന് കളിച്ചുകൂടെ? മോർപാൽ യാർ ഹമേ തോ ഘർ പർ കമർ തോട് മേനത്തെ. നമ്മൾ വീട്ടിൽ നിന്നാലേ കഠിനമായി പരിശ്രമിക്കേണ്ടതായി വരും. മിഹിർ വൈസ കോൺസ കാം ഹേ. അങ്ങനെ എന്ത് ജോലിയാണ് ഉള്ളത്? മോർപാൽ കേത്ത് പർ പാപ്പാക്കി മദത് കർണി ഹേ. വയലിൽ പപ്പയെ സഹായിക്കണം. വർണ്ണ അല്ലെങ്കിലോ? മിഹിർ മാരേങ്കേക്കാ, അടിയിട്ടു, അല്ലാതെന്തുവാ? മോർപാൽ നഹി ഹം ഗരീബ് ഹേ. നമ്മൾ പാവപ്പെട്ടവരാണ്. ഫീസ് തോ ചുക്കാനാ ഹേ. ഫീസും കൊടുക്കണ്ടേ? അങ്ങനെ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ മിഹിർ സബ് ടീക്ക് ഹോ ജായേഗ യാർ. എല്ലാം ശരിയാവും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഷാദി മേ മിൽ ജാത്തെ. ഇവർ കല്യാണത്തിന് ഇവർ തമ്മിൽ വീണ്ടും കാണുന്നു. ആ ഭാഗത്തെ ആധാരമാക്കിയിട്ട്, അതായത് ഇവർ തമ്മിൽ കാണുമ്പോൾ ഉണ്ടാവുന്ന സംഭാഷണമാണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണത് കേട്ടോ. മോർപാൽ മിഹിർ യാർ തും ഏകാം. മിഹിർ അതായത് മോർപാൽ മിഹിറെ നീ ഇവിടെ. മിഹിർ ഹാ മേരെ പാപ്പ മമ്മ സബ് ഹേ. എൻ്റെ പപ്പയും മമ്മിയും എല്ലാം ഇവിടെ ഉണ്ട്. മോർപാൽ കിത്തന അച്ഛ കമ്മീസ് യാർ. ഓ ഇത്ര നല്ല കമ്മീസാണടാ നീ ധരിച്ചിരിക്കുന്നത്. മിഹിർ ഷഹർ കി ദുക്കാൻ സെ ഖരീദാ ഹേ. ആ പട്ടണത്തിലെ കടയിൽ നിന്ന് വാങ്ങിയതാണ്. ലേക്കിൻ തും യൂണിഫോം മേ ക്യോ. നീ എന്താ യൂണിഫോമിൽ?
മോർപാൽ മേരെ പാസ് തോ നയേ കമ്മീസ് പാൻറ് കാ ജോഡ യഹി ഹെ. എൻ്റെ കൈവശമുള്ള ഏറ്റവും നല്ല ഡ്രസ്സിൽ, അതായത് കമ്മീസ് പാൻറ്റിൻ്റെ ഒരു ജോഡി ഡ്രസ്സ്, അതായത് ഏറ്റവും നല്ല കമ്മീസ് പാൻറ് എന്ന് പറഞ്ഞാൽ ഇതാണ്, അതായത് സ്കൂൾ യൂണിഫോം. മിഹിർ തുമാരെ പാപ്പാസേ ക്യോ ന കഹത്തെ ഹോ. നീ നിൻ്റെ പപ്പയോട് പറയാത്ത എന്താ? മോർപ്പ യാർ മേ തോ ഇസ് പർ ഖുശ് ഹൂം, ഹം തോ ഗരീബ് ഹേ. സുഹൃത്തെ, ഞാൻ ഈ കാര്യത്തിൽ സന്തോഷവാനാണ്. എന്തുകൊണ്ടെന്നാൽ ഞങ്ങൾ പാവപ്പെട്ടവരാണ്. മിഹിർ കൽ സ്കൂൾ ആവോഗന. നീ നാളെ സ്കൂളിൽ വരത്തില്ലേ? മോർപാൽ ആവുങ്ക, തീർച്ചയായും വരും. തേരെ ലിയെ ചാച്ച് ഫി ലാവുങ്ക, ഞാൻ നിനക്ക് വേണ്ടിയിട്ട് മോരും കൊണ്ടുവരും. ഇനി അടുത്തത് ഫാഷൻ പ്രതിയോഗിതാക്കെ ബാദ്, പ്രസംഗ മത്സരത്തിന് ശേഷമുള്ള കൂടിക്കാഴ്ച. അതായത് രണവിജയും ചോട്ടുവും തമ്മിൽ കൂടിക്കാണുന്ന വേളയിൽ അവർ തമ്മിലുള്ള സംഭാഷണം കേട്ടോ. അതായത് പ്രസംഗ മത്സരം കഴിഞ്ഞതിന് ശേഷമുള്ളത്. രണവിജയ് യാർ മുझे പ്രഥം പുരസ്കാർ മിലാ. കൂട്ടുകാരെ, എനിക്ക് ഫസ്റ്റ് പ്രൈസ് ലഭിച്ചു. ചോട്ടു അച്ഛ ബഹുത് ഖുശ് ഹൂം യാ. അല്ലേ, ഞാൻ വളരെ സന്തോഷവാനാണ്. ക്യാ മിലാഹേ തുझे, നിനക്ക് എന്താ കിട്ടിയത്? രണവിജയ് ഏക്ക് ട്രോഫി മിലി ഹേ, ഒരു ട്രോഫി കിട്ടി. യാർ തുമ്നെ മേരി മദദ് കി ഥി. കൂട്ടുകാരാ, നീയാണ് എന്നെ സഹായിച്ചത്. ചോട്ടു ഹം ദോസ്ത് ഹേ നാ, ഇത് തോ മേരാ ഫർസ് ഹേ. അല്ലേ, നമ്മൾ ഫ്രണ്ടല്ലേ, അപ്പം ഇതെൻ്റെ കടമയാണ്. രണവിജയ് ഇസ്കെ ബദലെ മേൻ തുമേ ക്യാ ദൂം. ഇതിനു പകരം ഞാൻ നിനക്ക് എന്ത് നൽകും? ചോട്ടു കുതിരസവാരി സിക്കാദോ നാ സാത്ത് അംഗ്രേസി ഭി. കുതിരസവാരി പഠിപ്പിക്കുക, അതിനോടൊപ്പം ഇംഗ്ലീഷും. രണവിജയ് ഹാ യാർ സെരൂ സിക്കാദൂങ്ക, തീർച്ചയായും ഞാനത് ചെയ്യുക തന്നെ. ഇനി അടുത്തത് ഗരീബ് ബച്ചോങ്കി ഹാലത്തി പർ ലേഖ്, പാവപ്പെട്ട കുട്ടികളുടെ അവസ്ഥയെക്കുറിച്ചൊരു ലേഖനം. ഹമാരെ സമാജ് മേ ഗരീബ് ബച്ചോങ്കി ഹാലത്ത് ബഹുത്ത് ബുരി ഹെ. നമ്മുടെ സമൂഹത്തിൽ പാവപ്പെട്ട കുട്ടികളുടെ അവസ്ഥ വളരെ ചീത്തയാണ്. സമാജ് മേ മോർപാൽ കെ ജൈസെ അനേക ബച്ചേ ഹെ ജോ ഗരീബി മേ ജീത്തെ ഹെ. നമ്മുടെ ഈ സമൂഹത്തിൽ മോർപാലിനെ പോലുള്ള അനേകം കുട്ടികളുണ്ട്, അതായത് ഇല്ലായ്മയിൽ ജീവിക്കുന്ന. ഉന്ഹേം ടീക്ക് കാന കപ്പടാ ഭി നഹി മിൽത്താ ഹെ. അവർക്ക് ശരിയായ രീതിയിൽ ആഹാരമോ വസ്ത്രമോ ഇല്ല. ഉന്ഹേ അപ്പനെ ഘരോങ്കെ ലിയെ കമർത്തോട് മേഹനത്ത് കർണ പड़ता है. ഉന്ഹേ അപ്പനെ ഘരോങ്കെ ലിയെ, അവർക്ക് തങ്ങളുടെ വീട്ടിന് വേണ്ടിയിട്ട് കമർത്തോട് മേഹനത്ത് കർണ പड़ता है, കഠിനമായി പരിശ്രമിക്കേണ്ടതായി വരുന്നു. ലേക്കിൻ വേ സ്കൂൾ ജാനാ ചാഹത്തെ ഹെ. എന്നാൽ അവർ സ്കൂളിൽ പോകാൻ ആഗ്രഹിക്കുന്നു. പഠിക്കർ ബെഡാ ആദ്മി ബെന്നാ ചാഹത്തെ ഹെ. പഠിച്ച് വലിയ മനുഷ്യരാവാൻ ആഗ്രഹിക്കുന്നു. ലേക്കിൻ അധികാംശ ബച്ചോങ്കി പഠായി ബീച്ച് മേ ചൂട്ട് ജാത്തി. എന്നാൽ അധികം കുട്ടികളുടെയും പഠനം ഇടയ്ക്ക് വെച്ച് നശിക്കുന്നു. അതായത് അധികം കുട്ടികളും ഇടയ്ക്ക് വെച്ച് പഠിത്തം ഉപേക്ഷിക്കുന്നു. അമീർ ഘരോങ്കി ബച്ചോങ്കെ ലിയെ ജോ ചീസ് സാമാന്യ ഹെ ഉൻകെ ലിയെ വോ ഖാസ് ഹെ. പണക്കാരായ വീട്ടിലെ കുട്ടികളെ സംബന്ധിച്ച് ചില വസ്തുക്കൾ എന്ന് പറയുന്നത് വളരെ ഒരു സാധാരണ വസ്തുവാണ്. ആ വസ്തുക്കൾ പാവപ്പെട്ട കുട്ടികളെ സംബന്ധിച്ച് വിശിഷ്ട വസ്തുക്കളാണ്. സമാജ് സെ അമീർ ഗരീബ് കാ ഭേദഭാവ് ദൂർ ഹോനെ പർ സമാജ് സ്വർഗ് ബൻ ജായേഗ. സമൂഹത്തിൽ നിന്ന് പണക്കാരനും പാവപ്പെട്ടവനും എന്ന ഭേദഭാവം ഇല്ലാതാക്കിയാൽ ഈ സമൂഹം സ്വർഗമായി മാറും. ഇത്രയുമാണ് അയാം കലാം എന്ന ഈ പാഠത്തിൽ നിന്ന് ചോദിക്കാനായിട്ട് കൊള്ളാവുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഡയറിയും കത്തും എല്ലാം ഉണ്ട്. ഇത്രയും പഠിക്കുന്ന കുട്ടികൾക്ക് ഈ ലെസണിൽ നിന്ന് വരുന്ന ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ കഴിയും. അതായത് ഈ തന്നതല്ലാതെ വേറെ ഒന്നും ചോദിക്കത്തുമില്ല. അതുകൊണ്ട് ഇത് നന്നായി പഠിക്കുക, നല്ല മാർക്ക് വാങ്ങുക, A+ ഉറപ്പാക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ ലിങ്ക് ഷെയർ ചെയ്യുക. ഇത്രയും കൊണ്ട് ഈ ലെസൺ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ ക്ലാസ് ഇത്രയും നേരം ശ്രദ്ധാപൂർവം കേട്ടിരുന്ന എൻ്റെ എല്ലാ വിദ്യാർത്ഥികൾക്കും താങ്ക്സ് ഉണ്ട്. താങ്ക് യു വെരി മച്ച്. അടുത്ത ലെസണുമായി നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ ബൈ.